അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടി ഗവർണർ. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ആരോപണം ഗൗരവതരമെന്ന് കത്തിൽ പറയുന്നു. ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ അടക്കമുള്ളവരുടെ ഫോൺ ചോർത്തിയെന്നാണ് ആരോപണം. ഗവർണറുടെ കത്തിൽ സർക്കാരിനും അൻവറിനും കുറ്റപ്പെടുത്തലുമുണ്ട്. R. റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. R. റോഷിപാൽ, കളത്തിലേക്ക് ഗവർണർ ഇറങ്ങുകയാണ്. ഉചിതമായ ആയുധം തന്നെ കയ്യിൽ കിട്ടിയിട്ടുമുണ്ടല്ലേ? സുജയ, അതിൽ ഒരു സംശയവുമില്ല. കാരണം ഒന്ന്, സംസ്ഥാനത്തെ മന്ത്രിമാരുടേത് ഉൾപ്പെടെയുള്ള ടെലിഫോണുകൾ ചോർത്തിയെന്ന് PV അൻവർ MLA പരസ്യമായി സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത്തരം ടെലിഫോൺ ചോർത്തുന്നത് കുറ്റകരമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് ചോർത്തിയെന്ന ചോദ്യമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് PV അൻവർ MLAക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഗവർണർ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊപ്പം തന്നെ ഈ PV അൻവർ MLAയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ വലിയ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ, കുറ്റവാളികളും അല്ലെങ്കിൽ ഈ പോലീസും തമ്മിലുള്ള ബന്ധം, അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന് വ്യക്തമാകുന്നു. ഈ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ഗൗരവത്തോടെയുള്ള ഒരു പരിശോധന വേണം. ഇതുവരെ സർക്കാർ എന്ത് നടപടികളാണ് ഈ ഫോൺ പുറത്തു വന്ന ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം നടത്തിയത്? ആ കാര്യം വളരെ വിശദമായി തന്നെ ഒരു റിപ്പോർട്ടായി അടിയന്തരമായി സമർപ്പിക്കണം രാജ്ഭവനിൽ എന്ന നിർദ്ദേശമാണ് ഈ കത്തിലുള്ളത്. വലിയ ഞെട്ടലോടെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലാകട്ടെ, പുറത്തു വന്ന ടെലിഫോൺ സംഭാഷണങ്ങളാകട്ടെ, എല്ലാം ഞെട്ടലോടെയാണ് കേരളീയ സമൂഹം നോക്കിക്കാണുന്നത്. ആ ഞെട്ടലിൽ തന്നെയാണ് ഈ കത്ത് താൻ എഴുതുന്നത് എന്നും ഗവർണർ കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൗരവത്തോടെ രാജ്ഭവൻ ഈ വിഷയത്തെ കാണുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം PV അൻവർ MLAക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് ഗവർണർ കൊടുക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അത് റിപ്പോർട്ടായി വളരെ പെട്ടെന്ന് തന്നെ ചീഫ് സെക്രട്ടറി രാജ്ഭവന് കൈമാറേണ്ടി വരും. സുജയ. ഓക്കെ, R. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇക്കാര്യത്തിൽ ഗവർണറുടെ അടുത്ത നീക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്.